AAC 12A കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു 12-ൽ 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ AAC 12A ഇങ്ങനെയാണ് പറയുന്നത്: ദ പേഷ്യൻസ് ഡിസ്ചാർജ് പ്രോസസ് ഈസ് പ്ലാൻഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ പേഷ്യൻറ്റ് ഓർ ദ ഫാമിലി. ഡിസ്ചാർജ് പ്രോസസ്സ് പ്ലാൻ ചെയ്യുന്നത് ട്രീറ്റിംഗ് ഡോക്ടർ പേഷ്യൻറ്റിനെ വിസിറ്റ് ചെയ്ത് റീഅസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് റീഅസസ്മെൻറ്റിനായിട്ടൊരു വിസിറ്റ് നടത്തുന്നുണ്ട് കൺസൾട്ടിങ് ഡോക്ടർ. അങ്ങനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് ഈസ് റെഡി എന്ന ഡിസ്ചാർജിന് റെഡിയാണെന്ന് ഡോക്ടർക്ക് മനസ്സിലാകുമ്പോൾ അവിടെ വെച്ച് ആ പേഷ്യൻറ്റുമായിട്ടോ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്ത് കൺഫേം ചെയ്തിട്ടാണ് BSAയിൽ നമ്മൾ ആ ഒരു ഡിസ്ചാർജ് പ്രപ്പോസൽ എനേബിൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ തന്നെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഏകദേശം കഴിഞ്ഞു വന്ന് ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് എപ്പോഴാണ് കിട്ടുന്നതെന്ന് പല റീഅസസ്മെൻറ്റ് സമയത്തും ചോദിച്ചിട്ട് പറയാം എന്നാണ് പറഞ്ഞിരുന്നത്. ശരി, അടുത്തൊരു ദിവസവും റീഅസസ്മെൻറ്റ് വന്നു, ഡോക്ടർ കണ്ടു, വിസിറ്റ് ചെയ്തു. അധികമൊന്നും സംസാരിക്കാത്ത ഡോക്ടറാണ് അദ്ദേഹം. പോയി. ശരി, ഇന്നും ഡിസ്ചാർജ് ഇല്ലല്ലോ, വീട്ടിൽ പോയി ഫുഡൊക്കെ കൊണ്ടുവരാമെന്ന് കരുതിയിട്ട് വീട്ടിലേക്ക് കാറും എടുത്തു പോരുന്നു. വീട്ടിലെത്തിയപ്പോൾ വിളിച്ചു അടയ്ക്കാനായിട്ട് നേഴ്സ് പറഞ്ഞു ഡിസ്ചാർജ് തന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എടുക്കാമെന്ന് ഫുഡ് എടുത്തോണ്ട് പോകണോ ബില്ലടയ്ക്കാൻ പോകണോ ത്രിശങ്കി സ്വർഗത്തിലാകുക എന്ന് പറയത്തില്ലേ, ഇത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ഒന്നുമല്ല. നമ്മൾ മിക്കപ്പോഴും ഡിസ്ചാർജിൻ്റെ ഫീഡ്ബാക്ക് ഗ്രേപ്സിലെ ഫീഡ്ബാക്ക് എഞ്ചിൻ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകളിൽ അറിയാൻ പറ്റും. ഈ ഡിസ്ചാർജിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഈ ഒരു ചോദ്യം വെച്ചാൽ മതി, നിങ്ങൾ കൃത്യമായിട്ട് അവെയർ ആയിരുന്നു എന്ന്. അതിനൊരു കമൻറ്റ് ഓപ്ഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത്യാവശ്യം നല്ല കമൻറ്റുകൾ തരും. കാരണം ഇത് കൃത്യമായി അവെയർ അല്ല എങ്കിൽ ആ പേഷ്യൻറ്റും ബൈസ്റ്റാൻഡറും അവിടെ അനുഭവിക്കുന്ന ഒരു ക്രൈസിസ് ഉണ്ട്. സോ ഇതൊരു സ്റ്റാൻഡേർഡ് അല്ല. സോ നമുക്ക് കൃത്യമായി ഒരു സ്റ്റാൻഡേർഡ് മാനറിൽ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ നമ്മുടെ കൺസൾട്ടൻറ്റ് ആ റെഗുലർ റീഅസസ്മെൻറ്റ് സമയത്ത് ഡിസ്ചാർജിന് പേഷ്യൻറ്റിൻ്റെ റെഡിനെസ് എന്ത് ചെയ്യണം, പേഷ്യൻ്റ് ഇപ്പോൾ റെഡിയാണ്, ഓക്കെ ആണ് ഡിസ്ചാർജിന് എന്നത് ആ പേഷ്യൻറ്റിനോട് തന്നെ ആ ബൈസ്റ്റാൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഡിസ്ചാർജ് പ്രപ്പോസ് ചെയ്യേണ്ടത്. ഈ അസസ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ AAC 12-ലെ കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ വളരെ കൃത്യമാണ്. കൺസൾട്ട് വിത്ത് ദ പേഷ്യൻ്റ് ഓർ ഫാമിലി ഫോർ ദ റെഡിനെസ് ഓഫ് ഡിസ്ചാർജ്.